സൂറത്തുൽ ഫാത്തിഹയാണ് അല്ലാഹു തആല ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നേക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആനിൽ എത്താതെ ആദ്യമേ കാണുന്ന സൂറത്ത് ആണ്. പക്ഷേ എങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയത് സൂറത്ത് അലക്കാണ്, ഇഖ്റഅ ബിസ്മി. അപ്പൊ നമുക്ക് ഈ ഫാത്തിഹ ഒരു മനുഷ്യൻ പഠിക്കൽ എങ്ങനെയാണ് അവനിൽ ബാധ്യതയാകുന്നതും, അതേപോലെ ഇതിന് എന്തെങ്കിലും അലംഭാവം കാണിച്ചാൽ എന്താണ് അതിന്റെ ഭവിഷ്യത്ത്? അതായത് ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെയും അള്ളാഹു ആദ്യം രചിച്ചു. അവിടെ നിന്ന് അതെന്താക്കി ഒന്നാം ആകാശത്തേക്ക് കാണുന്നു, നാലാം ആകാശത്തേക്ക് ഇറക്കുന്ന കൗലുകളുണ്ട്. ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പം അവിടേക്ക് ഇറക്കി വെച്ചു. അവിടെ നിന്ന് ഖുറൈശികളും സഹാബികളും റസൂലുള്ളാഹിനോട് ചില സമയത്ത് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, പഠിക്കാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും റസൂലുള്ളാഹിനെ കളിയാക്കാൻ വേണ്ടിയും പലതും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സന്ദർഭോചിതമാണ് ഖുർആൻ ഉണ്ടാക്കിയത്. ചില ആയത്തുകളും ചില സൂറത്തുകളും ഒക്കെ ആയിട്ട് ജിബ്രീൽ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തത്. ഇതാണ് അതിൻ്റെ തുടക്കം. അപ്പം ഖുർആൻ എന്ന് പറയുന്നത് അതൊരു മഹത്തായ ഗ്രന്ഥമാണ്. അതിൻ്റെ മുകളിൽ പിന്നെ മറ്റൊന്നുമില്ല, എല്ലാം അതിൻ്റെ താഴെയാണ്. ഈ വിശുദ്ധ ഖുർആൻ 1,24,000 പ്രവാചകന്മാരെ പ്രബോധനത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട്. അതിൽ 1,23,999 പ്രവാചകന്മാർക്കും പടച്ചറബ് ഖുർആൻ കൊടുത്തിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് ഖുർആൻ കൊടുത്തത്. റസൂലുള്ള അത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. പോകുന്ന സമയത്ത് റസൂലുള്ള നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തു. പോകുന്ന സമയത്ത് റസൂലുള്ള 2 കാര്യം നമ്മളെ ഏൽപ്പിച്ചാണ് പോയത്. ഒന്ന് ഖുർആനും, രണ്ടാമത് തിരുസുന്നത്തുമാണ്. അപ്പം 1,23,999 പ്രവാചകന്മാർക്കും പടച്ചറബ് ഖുർആൻ കൊടുത്തിട്ടില്ല. അവരുടെ കൂട്ടത്തിലുള്ള അനുയായികൾ കോടാനുകോടി മനുഷ്യന്മാർ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ നമ്മളെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവർക്കും പടച്ചറബ് ഖുർആൻ കൊടുത്തിട്ടില്ല. അവരാരും തന്നെ ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിച്ചിട്ടുമില്ല. കാരണം ഫാത്തിഹ ഓതണമെങ്കിൽ അവർക്ക് ഫാത്തിഹ പഠിക്കണം, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഖുർആൻ കിട്ടണം. പക്ഷെ പ്രവാചകന്മാർക്ക് ഫാത്തിഹയുടെ സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്, ബഖറയുടെ സന്ദേശം കിട്ടിയിട്ടുണ്ട്, ഇഖ്ലാസിന്റെ സന്ദേശം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല സൂറത്തിൻ്റെയും ആയത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങളും മറ്റൊക്കെ ചരിത്രങ്ങൾക്കൊക്കെ അവർക്ക് അല്ലാഹു തആല പഠിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓതേണ്ട വഴികൾ ഇങ്ങനെയാണ് ഓതേണ്ടത്, അതിൻ്റെ പിന്നിൽ ഇന്നതാണെന്നുള്ളത് അവർക്ക് അറിയില്ല. അതായത് പ്രവാചകന്മാർ തന്നെ ആദ്യമായി ഫാത്തിഹ കേൾക്കുന്നത് തന്നെ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹിൻ്റെ റസൂല് അള്ളാഹിനെ കാണാൻ വേണ്ടി മക്കയിൽ നിന്ന് പുറപ്പെട്ടു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അതിനാണല്ലോ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ആ രാത്രിയിൽ അവിടെ ചെന്നു. അവിടേക്ക് പോയതെന്തിനാണ്? റസൂലുള്ളാഹിക്ക് മക്കത്ത് നേരം അങ്ങോട്ട് കയറാൻ പറ്റൂലായിരുന്നോ? പറ്റാത്തത് കൊണ്ടല്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരിൽ വളരെ കൂടുതൽ ആളുകളും വഫാത്തായി കിടക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠ സഹോദരന്മാർക്കൊന്ന് കാണാൻ വേണ്ടിയാണ് അതുവഴി റൂട്ട് തിരിച്ചത്. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ അവിടെ എന്തായി? എല്ലാ പ്രവാചകന്മാരും അവിടെ അണിനിരത്തി കൊടുത്തു. അങ്ങനെ നബിയോട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നിസ്കരിച്ചു. അതിൻ്റെ പിന്നിൽ എല്ലാവരും പങ്കെടുത്തു. അങ്ങനെ അവിടെ നിന്ന് എന്തായി? അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ നബിയെ, നിങ്ങൾ അവർക്കൊന്ന് ഫാത്തിഹ ഓതി കൊടുക്കുക. അവരാരും ഫാത്തിഹ കേട്ടിട്ടില്ല എന്ന്. അങ്ങനെ റസൂൽ അവിടെ ഇരുന്നതാക്കി എല്ലാവരും കേൾക്കത്തക്ക രൂപത്തിൽ ഫാത്തിഹ ഓതി കൊടുത്തു. വലല്ലാലീൻ എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ ആദ്യം ആമീൻ എന്ന് പറഞ്ഞു. അത് കേട്ട് എല്ലാ പ്രവാചകന്മാരും ആമീൻ എന്ന് പറഞ്ഞു. വീണ്ടും അള്ളാഹ് പറഞ്ഞു, നബിയെ, നിങ്ങൾ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് അതുകൂടി ഓതി കൊടുത്താളി എന്ന് പറഞ്ഞു. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 ആയത്ത് ഓതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അതും റസൂലുള്ളാഹി എന്താക്കി? ഇവർക്ക് ഓതി കൊടുത്തു. അങ്ങനെ ഫൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ജിബ്രീൽ ആമീൻ പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ എല്ലാ പ്രവാചകന്മാരും അവിടെ ആമീൻ പറഞ്ഞു എന്നാ ചരിത്രത്തിലുള്ളത്. അപ്പം ഖുർആനിൽ സത്യത്തിൽ 2 ആമീനുണ്ട്. നമ്മളെല്ലാവരുടെയും ദൃഷ്ടിയിൽ 1 ആമീനേ ഉള്ളൂ. ഫാത്തിഹയിൽ മാത്രമുള്ള ആമീനെ നമ്മൾ പറയാറുള്ളൂ, നമുക്ക് അതിനെപ്പറ്റി അറിവുള്ളൂ. പക്ഷേ 2 ആമീൻ ഖുർആൻ ഉണ്ട്. അത് ഖുർആന്റെ ഫന്നിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സൂറത്തുൽ ബഖറയുടെ അവസാനം, ബഖറയുടെ അവസാനത്തിൽ 2ാമത്തെ അവസാനത്തിൽ ഈ ഒരു ആമീനുണ്ട്. അപ്പം അതാണ് ഫാത്തിഹ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത്
ഈ ഫാത്തിഹ എന്ന് പറഞ്ഞത് നമ്മളെ മുൻഗാമികൾ ആരും ഫാത്തിഹ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതിൻ്റെ കോലം അറിയില്ല. കാരണം അവർ തെറ്റുകാരല്ല, കുറ്റക്കാരുമല്ല. കാരണം അവരുടെ ശരീരത്തിൽ അതില്ലായിരുന്നു, അവർക്കല്ല കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അവർക്ക് പോലും കുറ്റക്കാരല്ല. അപ്പോൾ ഓല നിസ്കാരത്തിൽ വേറെ റൂമായിരുന്നു, കുറേ ദിക്റുകൾ നിന്നുകൊണ്ട് നിസ്കരിക്കുക, അതിൽ കുറേ ദിക്റുകളും തസ്ബീഹും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മറ്റൊരു വശമാണ്. അപ്പം നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും മഹത്തായ ഖുർആനാണ് പടച്ച റബ്ബ് റസൂലുള്ളാഹി കൊടുത്തു. റസൂലുള്ളാഹിയിലൂടെ നമ്മൾക്കത് എത്തിച്ചേർന്നത്. അതും ഒരു ഹർഫ് ഭംഗിയായിട്ട് നിങ്ങൾ പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞാൽ 10 കൂലികൾ, 10 സവാബ്. അപ്പം മറിച്ച് ഇതിൻ്റെ മുമ്പിൽ ഇവിടെ വന്ന തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചാൽ ഒരു അക്ഷരത്തിന് 10 കൂലി പോയിട്ട് ഒരു കൂലിയില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനത്തെ ഒരു ഖുർആൻ പടച്ച റബ്ബ് നമുക്ക് തന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് അത് ഫാത്തിഹ മുതൽ നാസ് വരെ ഒന്ന് നോക്കി വായിക്കാൻ പോലും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്ര മോശക്കാരാണ്. അള്ളാൻ്റെ കോടതിയിൽ ഞാനും നിങ്ങളൊക്കെ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരില്ലേ? കാരണം ഇത്രയും വലിയൊരു ഖുർആൻ, ഇത്രയും സവാബ് നിറച്ചുകൊണ്ട് അങ്ങ് തന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിനൊന്ന് പഠിച്ചില്ല? നിങ്ങൾ ആ വഴിക്ക് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടൊന്ന് ഗവേഷണം നടത്തിയില്ല? നിങ്ങൾ അതുമായിട്ട് എന്തുകൊണ്ട് ഖിദ്മത്ത് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരമാണ് കൂട്ടരെ, സഹോദരന്മാർ നമ്മൾ പറയുക? അതാണ് ചിന്തിക്കേണ്ടത്. അപ്പം നമ്മളൊക്കെ ഒരു വഴിയുള്ള കടന്നു പോവേണ്ടവരാണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞു, ഇനി മരിക്കണം. മരിക്കൽ ഫർള് ഐനുമാണ്. അപ്പം മരിച്ചേ പറ്റുള്ളൂ. മരിച്ചാൽ നമ്മൾ ആദ്യം ഖബറിലെത്തിച്ചേരും, പിന്നീട് മഹ്ശറിൽ എത്തിച്ചേരും, അതുവഴി അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം. പക്ഷേ നമ്മളെ കടമ്പകൾ ഒരുപാടുണ്ട് അതിനുള്ളിൽ കടന്നു തീർക്കാൻ. പക്ഷേ നമ്മൾ ഖുർആനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പിന്നിലാണ്. അത് കുറേ കാരണങ്ങളുണ്ട്. വളരെ 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 പിന്നിലാണ്. അതായത് മദ്രസ 2ാം ക്ലാസ്സിൽ നിന്നാണ് ഒരു കുട്ടി ഖുർആനിലേക്ക് കടക്കുന്നത്. 2ാം ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം, അവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മഹല്ലുകളിലൊക്കെ ചെറുപ്പകാലത്ത് ഒരു 4ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ് മാത്രമാണ് മദ്രസ പഠനം ഉണ്ടായത്. പിൻകാലത്താണ് അത് പിന്നെ 7ാം ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നത്. പിന്നീടാണ് 10 ആയത്. ഈ അടുത്ത കാലത്തായിട്ടാണ് ഒരു +1 +2ലേക്ക് മദ്രസ സംവിധാനം ഉയർന്നു വന്നത്. അതതിൻ്റെ സത്യമാണ്. പക്ഷേ എല്ലാ വിഷയങ്ങൾക്കും ഒരു മേൽപ്പടനമുണ്ട്. ഖുർആനല്ലാത്ത എല്ലാ വിഷയത്തിനും മേൽപ്പടനമുണ്ട്. അപ്പോൾ അങ്ങനെ മദ്രസയാണെങ്കിലും 8, 10, 12 ദിവസം അങ്ങനെ പോകും. ആൺകുട്ടികളാണെങ്കിൽ പള്ളി ദർസിലേക്ക് പോകും, അല്ലെങ്കിൽ അറബി കോളേജിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ സ്ഥാപനത്തിലേക്ക് പോകും. അപ്പം മറിച്ച് ഭൗതിക വിഷയമാണെങ്കിലോ LP ഉണ്ട്, UP ഉണ്ട്, ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, അങ്ങനെ കോളേജുണ്ട്, സർവകലാശാലയുണ്ട്, അങ്ങനെ മേൽപോട്ട് മേൽപഠനങ്ങളുണ്ട്. മേൽപഠനമില്ലാത്ത ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. നമ്മളെ കേരളത്തൊക്കെ അങ്ങനെ തന്നെയാണ്. മേൽപ്പടം തീരെ ഇല്ലാത്ത ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് ഖുർആനാണ്. അതുകൊണ്ടാണ് ഈ ഖുർആൻ നമ്മൾ ഇത്രമാത്രം വികലമാക്കിയത്, വൃത്തികേടാക്കിയിരിക്കുന്നത്. എന്നാൽ ഞാനൊന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ തെറ്റുകുറ്റങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫാത്തിഹ ശരിയാണോ, എൻ്റെ യാസീനക്കോത്ത് ശരിയാണോ എന്ന് നമ്മൾ ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ കൂട്ടരെ? എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ ഖുർആനാണ് നമ്മളെ രക്ഷപ്പെടുത്തേണ്ടത്. ഹയാത്ത് കാലത്തുടനീളം നമ്മളെ കൊണ്ടുപോകുന്നത്, നയിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ആദ്യം ചോദിക്കുന്നത് മർ റബ്ബുക എന്നാണ്, പിന്നീട് ചോദിക്കുന്നത് മൻ നബിയുക എന്നാണ്, പിന്നീട് ചോദിക്കുന്നോ മൻ ഇമാമുക എന്നാണ് ചോദിക്കുന്നത്. അവിടെയും ഖുർആനെ കുറിച്ചാണ് ചോദ്യം. ഫിഖ്ഹിനെ കുറിച്ചോ ഹദീസിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളെക്കുറിച്ചോ അല്ല അവിടെ ചോദിക്കുന്നത്. അവിടെയും ഖുർആനാണ്. പിന്നീടോ മഹ്ശറിലെത്തിയാൽ അവിടെയും ഖുർആനാണ്. സിറാത്ത് പാലത്തിലും ഖുർആനാണ്. അങ്ങനെ ഈ ഖുർആൻ സ്വർഗം വരെ നമ്മളെ നയിക്കും. സ്വർഗത്തിൽ നിന്നാണ് നമ്മളെ പിന്തിരിഞ്ഞ് പോരുന്നത് ഖുർആൻ. അപ്പോൾ ഈ ഖുർആൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഖുർആൻ ഇപ്പോൾ തകർന്നു? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളെ പഠനം വളരെ ചെറിയൊരു പഠനമേ ഉള്ളൂ. മദ്രസയിൽ 2-3 വർഷകാലത്ത് നമ്മൾ കിട്ടിയ ചെറിയൊരു അറിവ്, ആ അറിവ് ഇപ്പോൾ 3ാം ക്ലാസ്സിലെത്തിയാൽ 4ാം ക്ലാസ് എത്തിയാലൊക്കെ മറ്റ് വിഷയങ്ങൾ തന്നെ 4, 5, 6 വിഷയങ്ങളുണ്ട്. താരീഖുണ്ട്, ഫിഖ്ഹുണ്ട്, അഖീദുണ്ട്, അഖ്ലാഖുണ്ട്, തജ്വീദുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയം.
1.5 മണിക്കൂർ സമയമാണ് നമ്മൾ പഴയ കാലത്തൊക്കെ ഒരു മർസ രാവിലെ ഉണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേര സമയത്ത് മഗ്‌രിബിന്റെ സമയത്താണ് പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ എടുത്തു തീർക്കണം. അതിൻ്റെ ഇടയിൽ 1/2 മണിക്കൂർ കിട്ടിയെങ്കിൽ കിട്ടി. ആ അറിവ് മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ്റെ വിഷയത്തിൽ നമ്മളൊക്കെ ഒരുപാട് ബഹുദൂരം പിന്നോട്ട് പോകാനുണ്ടായ കാരണം. അതാണ് അതിൻ്റെ സത്യം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഉസ്താദ് വളരെ വിശദമായിട്ട് നമുക്ക് ഖുർആനിൻ്റെ ഇന്നത്തെ ഈ അവഗണന കൊണ്ട് നമുക്ക് ഈ സമുദായം നേരിടുന്ന അധപ്പതനത്തിലേക്കും അതേകാര്യം വളരെ വിഷമിക്കുന്ന പല ഘട്ടങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ നേരിടേണ്ടി വരുന്നത് ഈ പരിശുദ്ധ ഖുർആന്റെ അവഗണനകളാണ്. ഉസ്താദിൻ്റെ ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്ന് അടുത്ത വീഡിയോകളിൽ ഇൻഷാ അല്ലാഹ് വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ഉസ്താദുമായി ചർച്ച ചെയ്ത് നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.